ഹായ് ഫ്രണ്ട്സ്, അമ്മയുടെ രുചിക്കൂട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ റെഡിയാക്കാനായിട്ട് പോകുന്നത് സദ്യ സ്പെഷ്യൽ അവിയലാണ്. അതിനുവേണ്ടി ആദ്യം കുറച്ച് പച്ചക്കറികൾ എടുത്ത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി അരിഞ്ഞു വെക്കുക. ഇനി ഇതിലേക്ക് ആവശ്യമായ കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. ആ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ടുന്നത് കുറച്ച് വെളിച്ചെണ്ണയാണ്. പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നല്ല പോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ച് നമുക്ക് വേവിക്കാനായിട്ട് വെക്കാം. ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്കിതിന് വേണ്ടിയുള്ള അരപ്പ് റെഡിയാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് തേങ്ങ, അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില, ജീരകം, കുറച്ച് ചെറിയുള്ളി, പിന്നെ ഒരു 4 അല്ലി വെളുത്തുള്ളി, കുറച്ച് കടുക്. അപ്പോൾ ഇത്രയാണ് എടുത്തിരിക്കുന്നത്. ആദ്യം നമുക്ക് കുറച്ച് തേങ്ങ എടുക്കുക. ആ കൂടെ കുറച്ച് ജീരകവും അതുപോലെ തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും കൂടെ ചേർത്ത് അതൊന്ന് അരച്ചെടുക്കുക. ഒരുപാട് അരയാനും പാടില്ല, എന്നാൽ അരയാതിരിക്കാനും പാടില്ല. ഒരു മീഡിയം ആയിട്ട് അരച്ചെടുക്കുക. നമ്മളതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മളത് അരച്ചെടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ മാറ്റി വെച്ചിരുന്ന ആ ഒരു കൂട്ടും കൂടെ എടുത്തിട്ട് നമുക്കൊന്ന് ചതച്ചെടുക്കണം. അതിനുവേണ്ടി മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരുന്ന തേങ്ങ മൊത്തം ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ചെറിയുള്ളി, കടുക്, പിന്നെ നമ്മുടെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ചതച്ചെടുക്കുക. അതായത് ഒരുപാട് അരഞ്ഞു പോകരുത്, അരഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. അതിന് വേണ്ടിയിട്ടൊന്ന് ചതച്ചിതാ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മളിവിടെ ചതച്ചെടുത്തിരിക്കുന്നത്. ആദ്യമത്തെ നമ്മൾ ജസ്റ്റ് ഒന്ന് അരച്ചെടുത്തു, രണ്ടാമത്തത് നമ്മളൊന്ന് ചതച്ചെടുത്തു. അപ്പോൾ നമ്മുടെ അവിയലിനുള്ള അരപ്പൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പച്ചക്കറി, വേവിക്കാൻ വെച്ചിരിക്കുന്ന പച്ചക്കറിയൊക്കെ വെന്തോന്നൊന്ന് നോക്കാം. ആദ്യം ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഏതെങ്കിലും ഒരു കഷ്ണം എടുത്തിട്ട് ഒന്ന് വെന്തോന്ന് നോക്കുക. നമ്മുടെ ഇവിടെ കഷ്ണങ്ങളെല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം അരച്ച് വെച്ചിരുന്ന ആ കൂട്ട് ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അടച്ചു വയ്ക്കുക. അതൊന്ന് വേകാനായിട്ട് അടച്ചു വയ്ക്കുക. ഇനി നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും ഒന്ന് അടച്ചു വയ്ക്കുക. ഒരു 5 മിനിറ്റത്തേക്ക് അതൊന്ന് അടച്ചു വയ്ക്കുക. ഇനി നമുക്ക് നമ്മുടെ അവിയലിലേക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് തൈരാണ്. നമ്മളിവിടെ ഒരു 3 സ്പൂൺ തൈര് എടുത്തിട്ടുണ്ട്. പുളിക്ക് അനുസരിച്ച് അത് ചേർക്കാവുന്നതാണ്. നമുക്ക് 3 സ്പൂണിൻ്റെ ആവശ്യമേ വന്നിട്ടുള്ളൂ. അപ്പോൾ ഇനി ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് അടച്ചു വയ്ക്കുക. 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. ഇനി നമ്മുടെ അവിയലിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പാണ്. ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അടച്ചു വയ്ക്കുക. അപ്പോൾ നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂട് ചോറിനും അതുപോലെ തന്നെ സദ്യയ്ക്കും ഒക്കെ സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു അവിയലാണ്. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്